ഹലോ ഗൈസ്, നമുക്കിന്നൊരു കടലക്കറി ഉണ്ടാക്കിയെടുക്കാം. നമ്മൾ തേങ്ങ അരച്ച കടലക്കറിയാണ് ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത്. ആദ്യം കുക്കറിലാണ് ഉണ്ടാക്കുന്നത്. കുക്കർ അടുപ്പത്ത് വെച്ച് ചൂടാക്കി അതിലൊരു സവാള അരിഞ്ഞത് ഇട്ട് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക. അതിന് ശേഷം നമുക്ക് ഒരു ടീസ്പൂണ് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ടിത് എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് തക്കാളിയും പച്ചമുളകും കറിവേപ്പിലയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതെല്ലാം കൂടി നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇനി നമുക്ക് മസാലപ്പൊടികൾ ആഡ് ചെയ്യാം. അതിന് വേണ്ടത് ഒരു 2 ടീസ്പൂണ് മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കുക. എരിവിനനുസരിച്ചിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതിന് ശേഷം നമുക്കൊരു ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യാം. ഇനി ഒരു 3 ടീസ്പൂണ് മല്ലിപ്പൊടിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഒരു ടീസ്പൂണ് ചിക്കൻ മസാല ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഈ സവാള പിടിക്കുന്ന രീതിയിൽ മസാല നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അതിനുശേഷം നമ്മൾ വെള്ളത്തിലിട്ട് കുതിർത്തിയ കടല കഴുകി എടുത്തിട്ട് അത് ഒരു കപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ആ മസാലമ്മ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം വെള്ളം ഒഴിക്കണം. എന്നാൽ കടലക്കറിക്ക് നല്ല ടേസ്റ്റ് കിട്ടും. ആ കടലമ്മ എല്ലാം നന്നായിട്ട് മസാല പിടിക്കും. അതിനുശേഷം ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കുക. കടല നിൽക്കുന്നതിൻ്റെ ഒരു 1/4 ഭാഗം വെള്ളം ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് ഒരു 4 വിസിൽ അടുപ്പിച്ച് വേവിപ്പിക്കുക. മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം വേവിപ്പിക്കാൻ. ഇനി നമുക്ക് വേറൊരു ചട്ടി അടുപ്പത്ത് വെച്ച് അത് എണ്ണ കുറച്ച് കൂടിപ്പോയി കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്ത് തേങ്ങ ഇട്ട് നന്നായിട്ട് വറുത്തെടുക്കുക. അത് ചെറിയ ഉള്ളിയാണ് ആഡ് ചെയ്യേണ്ടത്. ഞാനിപ്പോൾ ചെറിയ ഉള്ളീൻ്റെ കയ്യിലില്ലാത്തതുകൊണ്ട് ഞാൻ വലിയ ഉള്ളി 4 പീസാക്കി ആഡ് ചെയ്ത് കൊടുക്കുക. അതിലേക്ക് ഒരു ടീസ്പൂണ് വലിയ ജീരകം കൂടി ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത് നന്നായിട്ട് മുരിഞ്ഞ് വരണം. കറിവേപ്പില കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഒരു സ്മെല്ല് കിട്ടും. എന്നിട്ട് നമുക്കത് മിക്സിയിലിട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക. അധികം വെള്ളം ആവരുത്. ഇനി നമുക്കിത് അടിച്ചെടുക്കാം. നന്നായിട്ട് അരഞ്ഞ് വരണ വിധത്തിൽ അടിച്ചു കൊടുക്കണം. എന്നിട്ട് നമുക്കിത് കറിയിൽ ഒഴിച്ച് കൊടുത്ത് ഒരു ചെറിയ ഫ്ലെയിമിൽ ഒന്ന് കറി ചൂടാക്കി എടുക്കുക. അപ്പം നമ്മുടെ കടലക്കറി ഇവിടെ റെഡിയാണ്. ഇത് ഭയങ്കര സിമ്പിളാണ് ഉണ്ടാക്കിയെടുക്കാൻ. നല്ല ടേസ്റ്റും ഉണ്ടാവും. കുറച്ച് മല്ലിച്ചപ്പും കൂടി ആഡ് ചെയ്യണം, നല്ലതായിരിക്കും.